കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെതിരെ ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്ന മാർച്ച് രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. മാർച്ച് നടത്തേണ്ടത് MLA ഓഫീസിലേക്കാണെന്നും ഇവർ വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകേണ്ട ഫണ്ടുകൾ കൃത്യമായി നൽകാത്ത സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ വേണ്ടിയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി നേതൃത്വത്തിൽ സമരം നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. 4.5 വർഷം കൊണ്ട് 10 സെക്രട്ടറിമാരെ പഞ്ചായത്തിൽ നിന്ന് മാറ്റുകയും കൃത്യമായി ഉദ്യോഗസ്ഥരെ തരാതെ കാരശ്ശേരി പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തവരാണ് CPM നേതാക്കൾ. നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ JD ഓഫീസിൽ പോയി അഭ്യർത്ഥിക്കുകയും കത്തുകൊടുക്കുകയും ചെയ്തിട്ടും യഥാസമയം ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ ഭരണ സംവിധാനം അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത CPM നേതാക്കന്മാർ പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. പിന്നെ വികസനത്തിൽ കലിപ്പുണ്ടായി ഇടതു മുന്നണി കള്ളക്കളർ പ്രചരിപ്പിക്കുക. കാരണം സമരം നടത്തേണ്ടത് MLA ഓഫീസിലേക്കാണ്. ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ടുകൾ ലഭിക്കേണ്ട സമയത്ത് അത് കിട്ടാത്തൊരു സന്ദർഭം ഇപ്പോൾ ഉള്ളത്. അത് മനഃപൂർവ്വം LDF സർക്കാർ ഈ പഞ്ചായത്തുകളിലേക്ക് കിട്ടേണ്ട സാഹചര്യത്തിൽ ഫണ്ടുകൾ കിട്ടേണ്ട സാഹചര്യത്തിൽ തരാത്ത ഒരു നീക്കുപോക്കാണുള്ളത്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അവർ ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഈ സമരം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലുള്ള എല്ലാ പ്രവൃത്തികളും കൃത്യമായി നടക്കുന്നുണ്ട്. മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് പെർമിറ്റ് കൊടുക്കുന്നതെന്നും 17-ാം വാർഡിലുള്ള കെട്ടിടം അനധികൃതമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും പ്രദേശവാസികളെ മുഴുവൻ വിളിച്ചു ചേർത്ത് പഞ്ചായത്തിൽ യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ AI പരിശോധിക്കുകയും താൽക്കാലികമായി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ മുഴുവൻ ആളുകളും രംഗത്ത് വരുമ്പോൾ പ്രവർത്തകരെ പിടിച്ചു നിർത്താനായി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മാലിന്യ സംസ്കരണം നല്ല രീതിയിലാണ് പഞ്ചായത്തിൽ നടന്നു വരുന്നത്. സ്വന്തം കെട്ടിടത്തിനായുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. 10ഓളം സെക്രട്ടറിമാരെയാണ് അവർ സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാഫുകൾ കൃത്യമായിട്ട് സ്റ്റാഫുകളില്ല. ഓരോ സെക്ഷനിലും ഇപ്പോൾ പല തവണയായിട്ട് ഞാനും പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഞങ്ങൾ മെമ്പർമാർ 9 മെമ്പർമാരും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും JD ഓഫീസിൽ പോയിട്ട് നിരന്തരമായിട്ട് കത്ത് കൊടുക്കുകയും ഇവിടെ സ്റ്റാഫുകളില്ലാത്ത ഒരു പോരായ്മ അവിടെ അറിയിച്ചതുമാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടൊരു സ്റ്റാഫുകൾ ഇവിടെ നിയമിക്കുന്നില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ LDFൻ്റെ ഭാഗത്തു നിന്ന്. കിഫ്ബി റോഡുകൾക്ക് പോലും ടോൾ പിരിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ജനരോഷം പിടിച്ചു നിർത്താൻ തട്ടിപ്പ് സമരങ്ങളുമായി വരുന്ന ഇടതുമുന്നണിയിലെ കാരശ്ശേരിയിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും സുനിത രാജനും ജംഷിദ് ഒളകരയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.